കേരളത്തിലെ പേരുകേട്ട ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പ്രഭേന്ദു ഗിത്താറിസ്റ്റും നിരീശ്വരവാദിയുമാണ്. യൂറോപ്പിലേക്കുള്ള തന്റെ വിസാപേക്ഷ റിജക്ട് ആയതുകൊണ്ട് തന്നെ പാലക്കാടുള്ള സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയും തൽക്കാലത്തെ ആവശ്യങ്ങൾക്കായി അവന്റെ കസിനായ രൂപയുടെ കൂടെ പൂജകൾ ചെയ്യാനായും തുടങ്ങി. എന്നാൽ ഒരു വക്കീലിന്റെ വീട്ടിൽ മകന്റെ ദേഹത്തു കൂടിയ ബാധ ഒഴിപ്പിക്കാനായി പോയ പ്രഭയുടെ കൂടെ ആ ബാധ കൂടുകയും അവന്റെ വീട്ടിലേക്ക് വരികയും അവളുടെ സാന്നിധ്യം അവൻ അറിയാനായും സാധിച്ചു. അവന്റെ ഫോണിൽ റീൽസ് കാണൽ, ഡ്രസ്സ് ഓർഡർ ചെയ്യൽ, അതൊക്കെയായിരുന്നു അവളുടെ ഹോബി. ആദ്യം പേടിച്ചുപോയ പ്രഭ അവളെ ഒഴിവാക്കാനായി പല കാര്യങ്ങൾ ചെയ്തെങ്കിലും ആളത്ര ഉപദ്രവകാരിയല്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവർ നല്ല കൂട്ടാവുകയും പ്രഭ അവളെ ഡെലൂലു എന്ന പേരിൽ വിളിക്കാനായും തുടങ്ങി. ഡെലൂലുവിന് അവളെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. അതേ നേരത്ത് മുംബൈയിൽ നിന്നുള്ള ഒരു സംഗീത സംവിധായകന്റെ ഗിത്താറിസ്റ്റായി പ്രഭയ്ക്ക് ചാൻസ് കിട്ടുകയും അവിടെ വെച്ച് പ്രഭ സാദ എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെടുകയും അവളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാനായും തുടങ്ങി. എന്നാൽ അത് കണ്ട് അസൂയ തോന്നിയ ഡെലൂലു തന്റെ ഉള്ളിലുള്ള പ്രണയം പ്രഭയോട് തുറന്നു പറഞ്ഞു. എന്നാൽ പ്രഭ വളരെ പ്രാക്ടിക്കലായി അതിന് മറുപടി കൊടുക്കുകയും അതേ നേരത്ത് തന്നെ പ്രഭയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കാനായി പോയി. അതോടുകൂടി തന്റെ നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ വീണ്ടെടുക്കാനായി അവൾക്ക് സാധിച്ചു. തന്റെ യഥാർത്ഥ പേര് മായ എന്നാണെന്നും അവൾക്ക് ബാംഗ്ലൂരിൽ വെച്ച് ഒരാളുടെ ഇഷ്ടം തോന്നുകയും വീട്ടുകാരുടെ സമ്മതം വാങ്ങി അവരെയും കൂട്ടി അവനെ കാണാനായി പുറപ്പെട്ടപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അവിടെ വെച്ച് അവൾ മരണപ്പെടുകയും ചെയ്തു. തന്റെ ഭൂതകാലം പൂർണ്ണമായി ഓർമ്മ വന്നതോടുകൂടി അവളുടെ ആത്മാവിന് ശാന്തി കിട്ടുകയും വളരെ സന്തോഷത്തോടുകൂടി ഭൂമി വിട്ടു പോവുകയും ചെയ്തു. എന്നാൽ വളരെ സങ്കടത്തിലായ പ്രഭ തന്റെ വിഷമങ്ങളൊക്കെ വല്യച്ഛനോട് തുറന്നു പറഞ്ഞപ്പോഴാണ് ആത്മാവിന് പൂർണ്ണമായി ശാന്തി കിട്ടണമെങ്കിൽ അവളുടെ ബാക്കി വെച്ച ആഗ്രഹമായ അവൾ സ്നേഹിച്ചിരുന്ന ആളെ അവളുടെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ പ്രഭ അവളുടെ കുട്ടിക്കാലത്തേക്കുള്ള വീട്ടിലേക്ക് പോവുകയും അവളുടെ അമ്മയെ കാണുകയും ചെയ്തു. ഡെലൂലു സ്നേഹിച്ചത് നിങ്ങളെ ആയിരുന്നു എന്നുള്ള ചോദ്യത്തിന് അതേ എന്ന് മറുപടി പറഞ്ഞ് പ്രഭ വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ നിന്നിറങ്ങി. ആ നേരത്ത് ഒരു തണുത്ത കാറ്റിന്റെ സ്പർശനം അറിഞ്ഞ പ്രഭ അത് ഡെലൂലുവിന്റെ സന്തോഷമാണെന്ന് തിരിച്ചറിഞ്ഞു.